ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഇത് രണ്ടും വരയ്ക്കാനുള്ള ഒരു ക്വസ്റ്റ്യനാണ് സാധാരണഗതിയിൽ. ഇത് ചോദിക്കുക കൺഫേം ആയിട്ട് ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും കൺഫേം ആയിട്ടൊരു കാണുന്ന ഒരു സംഭവമാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രവും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് ഒരു ബീം തന്നിട്ട് വരയ്ക്കാൻ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കണക്ക് എന്തൊക്കെ ടൈപ്സ് ഓഫ് ബീംസ് ആണ്, എന്തൊക്കെ ടൈപ്സ് ഓഫ് സപ്പോർട്ട്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. ഒരു സിമ്പിൾ സപ്പോർട്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചുമ്മാ ഒരു ഇങ്ങനെ ഒരു ആരോ കാണിച്ചിട്ട് ഒരു ബീം ഇവിടെ പ്ലേസ് ചെയ്ത് ഇതിനാണ് ഒരു സിമ്പിൾ സപ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി വേറെ ഫിക്സഡ് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ഇത് ഇങ്ങനെ രണ്ട് സൈഡും ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഇത് രണ്ട് സൈഡും ഫിക്സഡ് അല്ല, ഈ ടൈപ്പ് ഓഫ് സപ്പോർട്ട്സിനെ വിളിക്കുന്നതാണ് ഫിക്സഡ് സപ്പോർട്ട്സ് എന്ന് പറയുന്നത്. ഇതിനെ ഹിഞ്ച്ഡ് സപ്പോർട്ട് എന്ന് വിളിക്കും. ഹിഞ്ച്ഡ് സപ്പോർട്ട് ഇത് എവിടെ കാണുന്നതാണ്? ഇത് നമ്മുടെ ഡോറിനകത്തൊക്കെ വിചാരിക്കും നമ്മുടെ റൊട്ടേഷൻ അലോ ചെയ്യുന്ന സാധനമാണ് ഹിഞ്ച്ഡ് സപ്പോർട്ട്. ഈ ഹിഞ്ച്ഡ് സപ്പോർട്ടിൽ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, റോളർ അറ്റാച്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ സൈഡിലോട്ടൊരു ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റും കൂടെ അലോ ചെയ്യാനായിട്ടൊരു റോളർ സപ്പോർട്ട് എന്ന് പറയും. റോളറിൽ ഹിഞ്ച്ഡ് വിത്ത് റോളർ എന്ന് പറയാം. ഇതൊക്കെയാണ് ടൈപ്സ് ഓഫ് സപ്പോർട്ട്സ് പഠിക്കാനുള്ളത്. പിന്നെ ടൈപ്സ് ഓഫ് ബീംസ് പഠിക്കാനുണ്ട്. ഇത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ബീമിനെ വിളിക്കുന്ന പേരാണ് കാൻഡിലിവർ ബീം. അതായത് ഒരു സൈഡ് ഫിക്സ്ഡും ഒരു സൈഡ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് കാൻഡിലിവർ ബീംസ് എന്ന് പറയുന്നത്. ഇനി സിംപ്ലി സപ്പോർട്ടഡ് ബീംസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഇങ്ങനെ ഇരിക്കും. അതായത് ഇങ്ങനെ സിമ്പിൾ സപ്പോർട്ട്, അതായത് ഇത് ഹിഞ്ച്ഡ് സപ്പോർട്ടായിട്ടാണ് കൺസിഡർ ചെയ്യാം കേട്ടോ. സിംപ്ലി സപ്പോർട്ടഡ് ബീംസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതാണ് സിംപ്ലി സപ്പോർട്ടഡ് ബീംസ്. അതായത് ചുമ്മാ മേളിലൊരു രണ്ട് സപ്പോർട്ട് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മേളിൽ വെറുതെ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ സിംപ്ലി സപ്പോർട്ടഡ് ബീംസ് എന്ന് വിളിക്കാം. അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ സിംപ്ലി സപ്പോർട്ട് ബീംസിനെ നമുക്ക് ഇങ്ങനെ നൊട്ടേറ്റ് ചെയ്യാം. ഇതാണ് സിംപ്ലി സപ്പോർട്ട് ബീംസ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു രണ്ട് സപ്പോർട്ടും മേളിലൊരു ബീമും എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ സിംപ്ലി സപ്പോർട്ട് ബീംസ് എന്ന് പറയാം. ഇനി ഓവർ ഹാങ്ങിങ് ബീം എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയാണ്, സിംപ്ലി സപ്പോർട്ട് ബീം തന്നെയാണ്, പക്ഷേ അതിൽ നിന്നും കുറച്ച് ഭാഗം ഇതേ കണക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പുറത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പാർട്ടിനെ ഓവർ ഹാങ്ങിങ് പാർട്ട് എന്ന് വിളിക്കാം. ഇതാണ് ഓവർ ഹാങ്ങിങ് ബീം എന്ന് പറയുന്നത്. ഇനി ഫിക്സഡ് ബീംസ് എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെ വരുന്നത്, ഫിക്സഡ് ബീംസ് എന്ന് പറയുമ്പോൾ രണ്ട് സൈഡും ഇതേ കണക്ക് ഫിക്സഡ് ആയിരിക്കും. ഈ വരച്ചത് ഫിക്സഡ് ബീമാണ് കേട്ടോ. ഫിക്സഡ് സപ്പോർട്ട് കാണിക്കാൻ വേണ്ടി വരച്ചതാണെന്ന് ഇത് രണ്ടും ഫിക്സഡ് സപ്പോർട്ടുകളാണ്. എന്നാൽ രണ്ട് സൈഡും ഫിക്സഡ് ആയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു ബീം വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഫിക്സഡ് ബീംസ് എന്ന് പറയാം. പിന്നെ കണ്ടിന്യൂസ് ബീംസ് എന്ന് പറയുമ്പോൾ രണ്ടിൽ കൂടുതൽ സപ്പോർട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് കണ്ടിന്യൂസ് ബീംസ് എന്ന് പറയാം. അറ്റത്തും സപ്പോർട്ട് വേണം, മറ്റത്ത് സപ്പോർട്ട് ഇല്ലെങ്കിൽ അതെന്താവും, ഓവർ ഹാങ്ങിങ് ബീമായിട്ട് മാറും. ഇങ്ങനെ കുറച്ച് ടൈപ്സ് ഓഫ് സപ്പോർട്ട്സും ടൈപ്സ് ഓഫ് ബീംസും ആണ് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ വേറെ ടൈപ്സ് ഓഫ് ലോഡ്സുകൾ പഠിക്കാനുണ്ട്. ടൈപ്സ് ഓഫ് ലോഡ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ലോഡാണ് പോയിന്റ് ലോഡ് എന്ന് പറയും. പിന്നെ ഒരു ലോഡ് എന്ന് പറയുന്നത് UDL എന്ന് പറയും. പിന്നെ വേറൊരു ടൈപ്പ് ഓഫ് ലോഡ് എന്ന് പറയുന്നത് UVL, യൂണിഫോംലി വേരിയിങ് ലോഡ് എന്ന് പറയും. ഇവിടുന്ന് 0-ൽ നിന്നും ഗ്രാജുവലി ഒരു പർട്ടിക്കുലർ വാല്യൂ വരെ കൂടും. UDL എന്ന് പറയുമ്പോൾ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്, ഇത് പോയിന്റ് ലോഡ്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോഡ്സ് ആണ് പഠിക്കാനുള്ളത്. UVL തന്നെ രണ്ട് രീതിയിൽ ആക്ട് ചെയ്യാം. 0-ൽ നിന്നും ഇങ്ങനെ കൂടുന്നതും ഒരു പർട്ടിക്കുലർ വാല്യൂവിൽ നിന്നും ഇങ്ങനെ ഇത് 0 അല്ല, 0-ൽ നിന്നും അല്ലാണ്ട് ഒരു വാല്യൂവിൽ നിന്നും ഗ്രാജുവലി കൂടുന്ന രീതിയിൽ നമുക്ക് രണ്ട് രീതിയിൽ UVL വാല്യൂസ് പഠിക്കാനുണ്ട്. ഇത്രയൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. മെയിനായിട്ട് സപ്പോർട്ട് റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് സപ്പോർട്ട് റിയാക്ഷൻസ് സാധാരണഗതിയിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. സപ്പോർട്ട് റിയാക്ഷൻ നമുക്കത് പ്രോബ്ലം വെച്ച് തന്നെ, അതായത് ഒരു ബീം തന്ന് ആ ബീമിനകത്തോട് സ്റ്റെപ്പാണ് സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഞാനൊരു ഇൻട്രൊഡക്ഷൻ കണക്ക് എന്തൊക്കെ തരം ലോഡുകളും എന്തൊക്കെ തരം ബീമുകളുമാണ് നമുക്ക് ഇതിനകത്ത് വരുന്നതെന്നുള്ളൊരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രം ഒന്ന് പറഞ്ഞതാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ ഈ ലെങ്ത് എന്ന് പറയുന്നത് L/2 ഡിസ്റ്റൻസ് ആയിട്ടാ. ഇത് L/2, ഇത് L/2. അതായത് കറക്റ്റ് പോയിന്റിലൂടെ ആക്ട് ചെയ്യുന്നത് എവിടെയായിട്ടാണ്, സെൻട്രലായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരുവാണ്. ഇത് നമുക്ക് ജനറൽ കണ്ടീഷൻ ഇട്ടാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ലോഡിൻ്റെ വാല്യൂസ് ഒന്നും കൊടുത്തിട്ടില്ല. നമുക്ക് ഇതിൽ നിന്ന് തുടങ്ങാം. ഒരു ജനറൽ കണ്ടീഷൻ ചെയ്യാം, അതിൻ്റെ ഒരു വാല്യൂ ഇട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പം ഫസ്റ്റ് കണ്ടീഷനിൽ നോക്കിക്കേ, ഒരു W എന്ന് പറയുന്ന ലോഡാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഷിയർ ഫോഴ്സ് ഡയഗ്രവും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രവും വരയ്ക്കാനായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉണ്ടാവുന്ന റിയാക്ഷൻ വാല്യൂസ് കണ്ടുപിടിക്കണം. ഇവിടെ നിന്ന് ഇങ്ങനെയും ഒരു റിയാക്ഷൻ വാല്യൂ ഉണ്ടാവും. ഇതിനെ ഞാൻ A എന്ന് പറയുന്ന സപ്പോർട്ടെന്നും ഇതിനെ B എന്ന് പറയുന്ന സപ്പോർട്ടും വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ റിയാക്ഷൻ RA ഉണ്ടാവും, ഇവിടെ റിയാക്ഷൻ RBയും ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താ, സം ഓഫ് ദി വെർട്ടിക്കൽ ഫോഴ്സ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ വെർട്ടിക്കൽ ഫോഴ്സസ് ഏതൊക്കെയാണ് ഉള്ളത്, മേളിലോട്ടൊരു RA ഉണ്ടല്ലേ, അതിന് ഞാൻ മേളിലോട്ടുള്ള ഫോഴ്സിനെയല്ല ഞാൻ പോസിറ്റീവായിട്ട് എടുത്തു, പ്ലസ് മേളിലോട്ടൊരു RB ഉണ്ടല്ലേ, അപ്പോൾ RB, താഴത്തോട്ട് ഒരു W ആക്ട് ചെയ്യുന്നുണ്ട്, W ഈക്വൽ ടു 0. ഇവിടുന്ന് നമുക്ക് എന്താ കിട്ടത്തുള്ളൂ, RA പ്ലസ് RB എന്ന് പറയുന്നത് W എന്നേ കിട്ടത്തുള്ളൂ. RA RB സെപ്പറേറ്റ് വാല്യൂ കിട്ടത്തില്ല. അപ്പോൾ RA RB സെപ്പറേറ്റ് വാല്യൂ കണ്ടുപിടിക്കണം. RA RB സെപ്പറേറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ എന്താ വഴി, ഞാൻ ടേക്കിംഗ് മൊമെന്റ് അബൌട്ട് A ഈക്വൽ ടു 0. ടേക്കിംഗ് മൊമെന്റ് അബൌട്ട് A ഈക്വൽ ടു 0. ഈ കണ്ടീഷനാണ് ഞാൻ ചെയ്യുന്നത്. ഫസ്റ്റ് ഞാൻ എന്താ എടുത്തത്, ഈ കണ്ടീഷനാണ്. ഇപ്പോൾ സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ മൊമെന്റ് അബൌട്ട് A ഈക്വൽ ടു 0. മൊമെന്റ് അബൌട്ട് A ഈക്വൽ ടു 0 എന്ന് പറയുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ ഏതൊക്കെയുണ്ട്, RA ഇൻറ്റു ആ പർട്ടിക്കുലർ പോയിന്റിലൂടെയാണ് പാസ് ചെയ്യുന്നത്, വിച്ച് മീൻസ് അവിടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇല്ല. അപ്പോൾ RA ഇൻറ്റു എന്ത് വരും, അത് ആ പോയിന്റിൽ കൂടെ തന്നെ പാസ് ചെയ്യുന്നുണ്ട്, അവിടെ മൊമെന്റ് ഉണ്ടാകത്തില്ല. W ഇൻറ്റു A ഡിസ്റ്റൻസ്, അപ്പം W ഇൻറ്റു A അല്ല L/2 ഡിസ്റ്റൻസ് അല്ലേ, L/2.
ഈ ഡബ്ല്യു താഴത്തോട്ടാണ് ഇരിക്കുന്നത്, ഇത് കറങ്ങി ഇങ്ങനെ വന്ന് ഈ എയിലോട്ട് എത്തുമ്പോൾ വിച്ച് മീൻസ് ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോട്ടാണ് കറങ്ങുന്നത്. ദെയർഫോർ ഞാൻ അതിന് എന്ത് കൊടുക്കണം? പോസിറ്റീവ് കൊടുക്കണം. അല്ലാണ്ട് ഫോഴ്സ് മേളിലോട്ടാണ് എന്നുള്ള രീതിയിലല്ല ഡയറക്ഷൻ കൊടുക്കുന്നത്. ഫോഴ്സ് താഴത്തോട്ടാണ് നെഗറ്റീവ് എന്നല്ല. ഇത് കറങ്ങി ഇവിടെ ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് എ ആണ്. ആ എയിലോട്ട് എത്താൻ നേരം അത് ഏത് ഡയറക്ഷനിലാണ് അത് കറങ്ങുന്നത്? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറങ്ങുന്നത്. ദെയർഫോർ പോസിറ്റീവ്. ക്ലോക്ക് വൈസ് ഡയറക്ഷൻസിലെല്ലാം നമ്മൾ പോസിറ്റീവായിട്ടും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലെല്ലാം നെഗറ്റീവായിട്ടുമായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഇനി ആർ ബി ഇൻറ്റു നോക്കുമ്പോഴത്തേക്കും ഇതിങ്ങനെ ആർ ബി ഇൻറ്റു ഡിസ്റ്റൻസ് ഏതാ? L/2 + L/2 അല്ലേ? അപ്പം ആർ ബി ഇൻറ്റു L/2 + L/2 എനിക്ക് എന്തെന്ന് എഴുതാം? L എന്ന് എഴുതാം. ടോട്ടൽ ലെങ്ത് L എന്ന് എഴുതാം. അപ്പോൾ ആർ ബി ഇൻറ്റു ഇതെങ്ങനെ കറങ്ങുന്നത്? ഇത് ഇങ്ങനെ കറങ്ങിയായിരുന്നു അല്ലേ? അതായത് വിച്ച് മീൻസ് ഇറ്റ് ഇസ് റൊട്ടേറ്റിംഗ് ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ദെയർഫോർ ഞാൻ എന്ത് കൊടുക്കണം? മൈനസ് കൊടുക്കണം. കഴിഞ്ഞില്ലേ? വേറെ ഫോഴ്സ് ഒന്നും ഇല്ലല്ലോ. = 0. ഓക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിനെ ഒന്ന് എഴുതുകയാണെന്നുണ്ടെങ്കിൽ R × 0 എന്ന് എഴുതാം. WL/2 - RBL = 0. ഈ RBL അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ WL/2 = RB × L. അങ്ങനെയാണെങ്കിൽ ഈ L ഇങ്ങ് താഴെ കൊണ്ടുവരുമ്പോൾ WL/2L = RB. എല്ലാം ക്യാൻസലായിട്ട് എനിക്ക് RBയുടെ വാല്യൂ എന്ത് കിട്ടും? W/2 എന്ന് കിട്ടും. RBയുടെ വാല്യൂ W/2 എന്ന് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇക്വേഷനിൽ കൊണ്ടിട്ടൂടെ എനിക്കിത്. അപ്പോൾ എന്ത് കിട്ടും? RA എന്ന് പറയുന്നത് W - RB എന്ന് എഴുതാം, വിച്ച് ഈസ് W - W/2 വിച്ച് ഈസ് = W/2. അപ്പോൾ RA വാല്യൂ കിട്ടി, RB വാല്യൂ കിട്ടി. ഇതാണ് ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിയാക്ഷൻ വാല്യൂസ് കണ്ടുപിടിക്കുക. അവിടെ ഉണ്ടാകുന്ന സപ്പോർട്ട് റിയാക്ഷൻ വാല്യൂസ് ആദ്യമേ കണ്ടുപിടിക്കുക. ഓക്കെ ആണല്ലോ. ഇനി ചെയ്യേണ്ട എങ്ങനെയാണെന്ന് നോക്കാം. ഇനിയാണ് നമ്മളെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് RA വാല്യൂ RB വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുന്നതിന് മുന്നേ അതിൻ്റെ വാല്യൂസ് ഒന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് ഹെഡിങ് നമുക്ക് കൊടുക്കാം ഷിയർ ഫോഴ്സ് വാല്യൂസ് എന്ന് പറഞ്ഞ ഹെഡിങ് കൊടുക്കാം. എന്താണ് ഷിയർ ഫോഴ്സ് വാല്യൂസ്? ഷിയർ ഫോഴ്സ് വാല്യൂസ് എന്ന് പറയുമ്പോൾ അവിടെ ഏത് മാത്രം കൺസിഡർ ചെയ്താൽ മതി? മൊമെൻ്റ് ഒന്നും അല്ല എടുക്കുന്നത്, നമ്മൾ ഫോഴ്സ് വാല്യൂസ് മാത്രമാണ് എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാം? ഇങ്ങനൊരു ഫിഗർ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വൃത്തിയായിട്ട് വരച്ച് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഫിഗർ. ക്വസ്റ്റ്യൻ ഇതാണ്. ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ഒന്ന് വരച്ച് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സപ്പോർട്ട്, A സപ്പോർട്ട്. ഇതാണ് നമ്മുടെ B സപ്പോർട്ട്. അപ്പം ഈ B സപ്പോർട്ടിൽ ഞാൻ എന്ത് ചെയ്യണം? ഈ Aയിൽ കൊണ്ടുപോയി എൻ്റെ ഒരു സെക്ഷൻ വെക്കണം. ഫോർ എക്സാമ്പിൾ ഞാൻ A എന്ന് പറയുന്ന ഈ സപ്പോർട്ടിലും ഇത് B എന്ന് പറയുന്ന സപ്പോർട്ടുമാണ്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു W എന്ന് പറയുന്ന ഫോഴ്സും, ഇവിടുന്ന് RA is W/2 and RB is W/2. ഇത്രയും കാര്യങ്ങളാണല്ലോ. ഇതിനകത്ത് ഞാൻ Aയിൽ കൊണ്ടുപോയി എൻ്റെ സെക്ഷൻ വെക്കണം. Aയിൽ സെക്ഷൻ വെക്കുമ്പോൾ A ലെഫ്റ്റ്, ഷിയർ ഫോഴ്സ് വാല്യൂസ് കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്സ് ആണ് ഞാൻ പറയുന്നത്. എളുപ്പ വഴിയാണ്, നോക്കിക്കോണേ. Aയിൽ കൊണ്ട് വെക്കുമ്പോൾ A ലെഫ്റ്റ് വെക്കണം. ഓക്കെ, നമ്മൾ എപ്പോഴും ഇതുവരെ രണ്ട് രീതിയിൽ നോക്കാം. ടുവേർഡ്സ് ലെഫ്റ്റ് നോക്കാം, സെക്ഷൻ കട്ട് ചെയ്തിട്ട് ടുവേർഡ്സ് ലെഫ്റ്റ് നോക്കാം, ടുവേർഡ്സ് റൈറ്റ് നോക്കാം. ടുവേർഡ്സ് ലെഫ്റ്റ് നോക്കുമ്പോൾ നമ്മുടെ നോർമൽ സൈൻ കൺവെൻഷൻസ് തന്നെയാണ്. ക്ലോക്ക് വൈസ് പോസിറ്റീവും ആൻറ്റി ക്ലോക്ക് വൈസ് നെഗറ്റീവുമാണ്. അതേസമയം ടുവേർഡ്സ് റൈറ്റിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതേ കണക്കിന് ഇത് മേളിലോട്ടുള്ളത് പോസിറ്റീവും താഴത്തോട്ടുള്ളത് നെഗറ്റീവായിട്ടുമായിരിക്കും നമ്മൾ എടുക്കുന്നത്. ടുവേർഡ്സ് ലെഫ്റ്റിലോട്ടാണ് നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് ഈ കണ്ടീഷൻ ആയിരിക്കും. റൈറ്റിലുള്ള കണ്ടീഷൻസ് ഞാൻ കാൻറ്റിലിവർ ബീംസ് പറയുന്ന നേരം എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പം ഇത് മാത്രം നോക്കിച്ചാൽ മതി. റൈറ്റിലോട്ട് നോക്കാൻ പറ്റത്തില്ല എന്നല്ല, റൈറ്റിലോട്ടുള്ള നോക്കുന്നത് നമുക്ക് കാൻറ്റിലിവർ ബീംസിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നേരം എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് എഴുതി വെച്ചേരെ, ഇതിന് ഒരു ഗ്യാപ്പ് അവിടെ ഇട്ടേരെ, നമുക്ക് എഴുതാം ബാക്കി. ഓക്കെ, അപ്പം ടുവേർഡ്സ് ലെഫ്റ്റ് ആണ് നോക്കുന്നത്. അപ്പോൾ സൈൻ കൺവെൻഷനൊക്കെ പറഞ്ഞു ഞാൻ. അപ്പോൾ എന്ത് ചെയ്തു? ഈ ഒരു സെക്ഷൻ Aയിൽ കൊണ്ടുപോയി ടുവേർഡ്സ് ലെഫ്റ്റിലോട്ടാണ്, ഈ സെക്ഷൻ്റെ ഇടത്തോട്ടാണ് നോക്കേണ്ടത്. വിച്ച് മീൻസ് ഞാൻ ഈ Aയുടെ ഫസ്റ്റ് A ലെഫ്റ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് സെക്ഷൻ കൊണ്ടുവച്ചത്. ഈ A ലെഫ്റ്റ് വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഫോഴ്സ് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഞാൻ എന്ത് എഴുതണം? ഫോഴ്സ് അറ്റ് A ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ? ഒരു ഫോഴ്സും കാണാൻ പറ്റുന്നില്ല. ആ വാല്യൂ എടുത്തെഴുതണം. ഇനി A റൈറ്റ് എടുത്ത് വെച്ചു, എന്നിട്ട് ഞാൻ ഇടത്തോട്ട് നോക്കി. അതായത് A ലെഫ്റ്റും വെക്കണം, A റൈറ്റും വെക്കണം. ഈ പോയിന്റിനെ ഞാൻ C എന്ന് വിളിക്കുകയാണെങ്കിൽ C ലെഫ്റ്റും വെക്കണം, C റൈറ്റും വെക്കണം. B ലെഫ്റ്റും വെക്കണം, B റൈറ്റും വെക്കണം. അങ്ങനെ വേണം ഷിയർ ഫോഴ്സ് വാല്യൂസ് നോക്കാൻ. അപ്പോൾ ഞാൻ A ലെഫ്റ്റ് എടുത്ത് വെച്ചിട്ട് നോക്കിയപ്പോൾ എനിക്ക് ഒരു ഫോഴ്സും ഇങ്ങോട്ടേക്ക് കാണാനില്ല. A റൈറ്റ് എടുത്ത് വെച്ചപ്പോഴത്തേക്കും മേളിലോട്ട് എനിക്ക് എന്ത് കാണാം? ഒരു RA ഫോഴ്സ് കാണാം, വിച്ച് ഇസ് W/2. അപ്പോൾ ഞാൻ FA റൈറ്റ് എടുത്തപ്പോൾ എന്ത് കാണാം? മേളിലോട്ടെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇടത്തോട്ട് നോക്കുമ്പോൾ സൈൻ കൺവെൻഷനാണ് പോസിറ്റീവായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ പോസിറ്റീവ് W/2. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ C എന്ന് പറയുന്ന പോയിന്റ്, ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ അവിടെ ഞാൻ C ലെഫ്റ്റിൽ കൊണ്ടുവച്ചു. C ലെഫ്റ്റിൽ കൊണ്ടുവച്ചിട്ട് ഞാൻ ഇടത്തോട്ട് നോക്കുക. C ലെഫ്റ്റ് വെച്ചിട്ട് ഇടത്തോട്ട് നോക്കുമ്പോഴത്തേക്കും എനിക്ക് എന്തെങ്കിലും ഫോഴ്സ് കാണാമോ? കാണാം. ഈ ഒരു ഫോഴ്സ് കാണാം. ദെയർഫോർ അത് ഞാൻ ആദ്യമേ എഴുതണം. അപ്പം C ലെഫ്റ്റ് എടുത്തപ്പോഴത്തേക്കും എനിക്ക് എന്ത് കാണാം? W/2 തന്നെ കാണാം.
പിന്നെ എഫ് സി ലെഫ്റ്റ് നോക്കുമ്പോൾ വേറെ ഫോഴ്സ് ഒന്നും കാണുന്നില്ലല്ലോ, ഇല്ല. ഇനി എഫ് സി റൈറ്റ് എടുക്കണം. എഫ് സി റൈറ്റ് എടുക്കുമ്പോൾ മേളിലോട്ടൊരു W/2 കാണാം, താഴത്തോട്ട് അതുവരെ ഇതിന് ഇടത്തോട്ട് നോക്കുമ്പോൾ ഈ ഫോഴ്സ് കാണാൻ പറ്റത്തില്ല. റൈറ്റ് എടുത്ത് വെക്കുമ്പോഴേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഈ ഫോഴ്സ് താഴത്തോട്ട് കിടക്കുന്ന കാണാൻ പറ്റും. അപ്പം എഫ് സി റൈറ്റ് വെച്ചിട്ട് ഞാൻ ഇടത്തോട്ട് നോക്കുമ്പോൾ എനിക്ക് ഏതൊക്കെ ഫോഴ്സ് കാണാം, മേളിലോട്ടൊരു W/2 കാണാം, താഴത്തോട്ടൊരു W കാണാം. അപ്പോൾ എഫ് സി റൈറ്റ് എന്ത് വരും, W/2 മേളിലോട്ട് കാണാം, വിച്ച് ഇസ് പോസിറ്റീവ് W/2 മൈനസ് W. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ മൈനസ് W/2 എന്ന് കിട്ടും. ഓക്കെ ആണോ? ഇത് രണ്ടും കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പ്ലസ് W/2 മൈനസ് W ചെയ്യുമ്പോൾ മൈനസ് W/2 എന്ന് കിട്ടും. കഴിഞ്ഞോ? ഇല്ല. ഇനി ബി ലെഫ്റ്റ് എടുത്ത് വെച്ചോട്ട് ഞാൻ ലെഫ്റ്റ് എടുത്ത് വെച്ചിട്ട് ബിക്ക് ലെഫ്റ്റ് നോക്കണം, ബിക്ക് റൈറ്റ് നോക്കണം. ബിക്ക് ലെഫ്റ്റ് നോക്കുമ്പോഴത്തേക്കും എന്തൊക്കെ ഫോഴ്സ് കാണാം, ഈ W/2 ഈ W തന്നെ കാണാം അല്ലേ, സെയിം വാല്യൂ തന്നെ കിട്ടും. അപ്പോൾ എനിക്ക് എഫ് ബി ലെഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, റൈറ്റ് അല്ല കേട്ടോ, ബി ലെഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ കിട്ടുന്നത്, മേളിലോട്ടൊരു W/2 കാണാം അല്ലേ. ബി ലെഫ്റ്റ് എന്ന് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ W/2 കാണാം, ഒരു W കാണാം, അത് താഴത്തോട്ടാണ്, വിച്ച് മീൻസ് ഈ സെയിം ആൻസർ തന്നെ കിട്ടും. ഇനി എഫ് ബി റൈറ്റും കൂടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാനുള്ള പരിപാടി തീർന്നു. അപ്പോൾ ഞാൻ റൈറ്റിലോട്ട് എടുത്ത് വെച്ചു, നോക്കുമ്പോൾ എന്താ കാണാം, ഒരു W/2 മേളിലോട്ട് കാണാം, ഒരു W താഴത്തോട്ട് കാണാം, ഈ ഒരു W/2 കൂടെ കാണാം. അപ്പം ടോട്ടൽ എത്ര വരും, W/2 മേളിലോട്ട്, ഒരു W താഴത്തോട്ട്, പിന്നെ മേളിലോട്ട് എന്ത് വരും, ഒരു W/2. ഇത് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് 0 എന്ന് പറഞ്ഞ് കിട്ടും. ഇതാണ് നമ്മുടെ ഷിയർ ഫോഴ്സ് വാല്യൂസ്. ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. ഓക്കെ, ചെയ്യേണ്ട രീതി മനസ്സിലായപ്പോൾ ഷിയർ ഫോഴ്സ് വാല്യൂസ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റത്തില്ല. ഓക്കെ, അല്ലാണ്ട് ഇത്രയൂടെ സിമ്പിളായിട്ട് ചെയ്യാം. പക്ഷേ അത് നിങ്ങൾ തന്നെ നിങ്ങളൊരു ഐഡിയ വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് വരുമ്പോഴത്തേക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് നോക്കി ചെയ്യുക. ബെറ്റർ ഇങ്ങനെ ലെഫ്റ്റും റൈറ്റും തന്നെ എടുത്ത് ചെയ്യുക. ലെഫ്റ്റും റൈറ്റും എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റത്തില്ല. കൺഫേം ആയിട്ടും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ടോപ്പിക്കാണ്. ഓക്കെ ആണല്ലോ? ഇനി അടുത്തെന്ന് പറയുമ്പോഴത്തേക്കും ബെൻഡിങ് മൊമെൻറ്റ് വാല്യൂസ്. നമുക്ക് ഷിയർ ഫോഴ്സ് വാല്യൂസ് അവിടെ വെക്കട്ടെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബെൻഡിങ് മൊമെൻറ്റ് വാല്യൂസ് ആണ് നമുക്ക് ഇനി കണ്ടുപിടിക്കണം. നമ്മൾ ഷിയർ ഫോഴ്സ് വാല്യൂസ് ഇപ്പോൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി ബെൻഡിങ് മൊമെൻറ്റ് വാല്യൂസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഞാൻ ചെയ്യേണ്ട രീതി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് 2 രീതിയിൽ ചെയ്യാം ബെൻഡിങ് മൊമെൻറ്റ് വാല്യൂസ്. ഇപ്പം ഞാൻ പറഞ്ഞ രീതിക്കും ചെയ്യാം, ഇത് കൂടാണ്ട് ഇക്വേഷൻസും വെച്ചും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇക്വേഷൻസ് വെച്ചിട്ടുള്ളത് നമുക്കൊരു അടുത്ത ക്വസ്റ്റ്യൻ ആകുമ്പോഴത്തേക്കും UDL വരുന്ന കേസ് ആകുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു തരാം. ഇപ്പം നമുക്ക് അല്ലാത്ത എളുപ്പ വഴിയിൽ നിന്ന് കാണിച്ചു തരാം എങ്ങനെയാണ്. നോക്കിക്കേ, സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം എൻ്റെ സെക്ഷൻ എടുത്തിട്ട് എ എന്ന് പറയുന്ന ജോയിൻറ്റിൽ ഇവിടെ നമുക്ക് ലെഫ്റ്റും റൈറ്റും ഒന്നും എടുക്കണമെന്ന് നിർബന്ധമില്ല. എ എന്ന് പറയുന്ന, അതായത് ബെൻഡിങ് മൊമെൻറ്റ് അപ് ടു എ ആണ് ഞാൻ കണ്ടുപിടിക്കുന്നത്. എ എന്ന് പറയുന്ന ജോയിൻറ്റിൽ ഞാൻ കൊണ്ടുപോയി വെച്ചു എൻ്റെ സെക്ഷൻ. അവിടെ ലെഫ്റ്റും റൈറ്റും ഒന്നും വെക്കേണ്ട. എയിൽ വെച്ച് നോക്കുമ്പോൾ എയുടെ ഇടത്തോട്ട് നോക്കുമ്പോൾ എനിക്ക് ഒരു ഫോഴ്സും കാണില്ല. എയിൽ വെക്കുമ്പോൾ എയിലൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. therefore RA ഇൻറ്റു, അതായത് W/2 എന്ന് പറയുന്നൊരു ഫോഴ്സ് ഉണ്ട്. പക്ഷേ മൊമെൻറ്റിനെ മൊമെൻ്റ് എന്ന് പറയുമ്പോൾ മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഫോഴ്സിൻ്റെ വാല്യൂ ആണ് ഇവിടുത്തെ W/2 ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ആ ജോയിൻറ്റിൽ തന്നെയാണ് ആക്ട് ചെയ്യുന്നത്, വിച്ച് മീൻസ് അവിടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇല്ല. അപ്പം മൊമെൻറ്റ് അബൌട്ട് എ എന്ന് പറയുന്നത് കിട്ടും 0 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ഞാൻ സിയിൽ കൊണ്ടുവച്ചു. അപ്പോൾ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് MC ആണ്. MCയിൽ ഞാൻ കൊണ്ടുവച്ചപ്പോഴത്തേക്ക്, അതായത് ബെൻഡിങ് മൊമെൻറ്റിൻ്റെ സെക്ഷൻ ഞാൻ ഇവിടെ കൊണ്ടുവച്ചിട്ട് ഞാൻ ഇടത്തോട്ട് നോക്കുകയാണ്. വിച്ച് മീൻസ് എനിക്ക് ഏതൊക്കെ ഫോഴ്സ് കാണാം, W/2 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, L/2 ആണ്. അപ്പം W/2 ഇസ് ആക്ടിങ് അപ്വേർഡ്സ് ബട്ട് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് L/2 ഫ്രം ദ പോയിന്റ് C. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ W/2 ഇൻറ്റു L/2 വിച്ച് ഇസ് ആക്ടിങ് ഇൻ എ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലല്ലേ കറങ്ങുന്നത്. അപ്പോൾ എന്ത് വരും, പോസിറ്റീവ് W/2 എന്ന് പറയുന്ന ലോഡാണ് ഇൻറ്റു എത്ര ഡിസ്റ്റൻസ് ഉണ്ട്, ഇൻറ്റു L/2. ഇത് ചെയ്യുമ്പോൾ എന്ത് വരും, WL/4 എന്ന് വരും. ഇനി M about B എടുക്കുവാണ്. M about B എടുത്തിട്ട് ഞാൻ ലെഫ്റ്റിലോട്ട് നോക്കുമ്പോഴത്തേക്കും എനിക്ക് എന്തൊക്കെ ഫോഴ്സ് കാണാം, മേളിലോട്ട് W/2 ഉണ്ട്. അപ്പോൾ W/2 ഇൻറ്റു L/2 അല്ല ഇനി എടുക്കേണ്ടത്, ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കണം. അപ്പോൾ W/2 ഇൻറ്റു ടോട്ടൽ L. അപ്പോൾ M about B എന്ന് പറയുമ്പോൾ എന്ത് വരും, W/2 ഇൻറ്റു ടോട്ടൽ L. കഴിഞ്ഞോ? ഇല്ല. ഈ ഒരു ഫോഴ്സ് മാത്രമല്ല, ഒരു ഫോഴ്സ് താഴത്തോട്ട് ആക്ട് ചെയ്യുന്നതും കാണാം. W ഇൻറ്റു എത്ര വരും, ഇതിപ്പോൾ W/2 ഇൻറ്റു ടോട്ടൽ ഈ ഡിസ്റ്റൻസ് എടുത്തപ്പോൾ L വന്നു. ഇനി W/2 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ L/2 ആണ് എടുക്കാൻ. അത് ഏത് ഡയറക്ഷനിലാണ് കറങ്ങുന്നത്, ഇത് കറങ്ങി ഇങ്ങ് എത്തുമ്പോഴത്തേക്കും വിച്ച് ഇസ് റൊട്ടേറ്റിംഗ് ഇൻ ആൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ എന്ത് വരും, W ഇൻറ്റു അല്ലേ, W അല്ലേ ആ ഫോഴ്സ് മേലിൽ താഴത്തോട്ട് ആക്ട് ചെയ്യുന്നത്, മൈനസ് W ഇൻറ്റു എത്ര ഡിസ്റ്റൻസിൽ ആക്ട് ചെയ്യുന്നുണ്ട്, L/2. അപ്പോൾ WL/2 മൈനസ് WL/2 എത്ര കിട്ടും, 0 കിട്ടും. ഷിയർ ഫോഴ്സ് വാല്യൂസ് സ്റ്റാർട്ട്സ് 0 ആൻഡ് എൻഡ്സ് 0. ഇത് രണ്ടും 0-ലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് എൻഡ് ചെയ്യുന്നത്. അതേ കണക്ക് തന്നെ ഇവിടെ ഇപ്പോൾ ഇത്രയും കാൽക്കുലേഷനൊക്കെ ചെയ്ത് കിട്ടി. അപ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് വാല്യൂസും കിട്ടി. ഓക്കെ ആണല്ലോ? ഇനി ഒരു എളുപ്പ വഴി പറയട്ടെ. സെക്ഷൻ കൺസിഡർ ചെയ്യുന്നതല്ല, UDLൻ്റെ കേസിൽ പറഞ്ഞതല്ല, ഈ കേസ് തന്നെ, ഇത് വായിക്കേണ്ടായിരുന്നു. ഈ കേസ് തന്നെ
നമ്മളിപ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് വാല്യൂസ് കണ്ടുപിടിച്ചില്ലേ, ബെൻഡിങ് മൊമെൻറ്റ് വാല്യൂസ് കണ്ടുപിടിച്ചപ്പോൾ എയിൽ നിന്നും ഇടത്തോട്ട് നോക്കിയപ്പോഴത്തേക്കും 0 കിട്ടി. എം സി നോക്കിയപ്പോഴത്തേക്കും എന്താണ്, ഇങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ W/2 × L/2 അത് കിട്ടി. ഇവിടെ വന്നപ്പോൾ ഇത്രയും ചെയ്യേണ്ടി വന്നല്ലേ. ഞാനൊരു എളുപ്പ വഴി പറഞ്ഞു തരാം. ഞാൻ നേരത്തെ ഒരു സൈൻ കൺവെൻഷൻ പറഞ്ഞായിരുന്നു. ഞാൻ ഇവിടെ എല്ലാം എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, സെക്ഷൻ എടുക്കുക. സെക്ഷൻ എന്ന് പറയുമ്പോൾ എയിൽ സെക്ഷൻ കൊണ്ട് വെച്ചിട്ട് ഇടത്തോട്ട് നോക്കുക, സിയിൽ സെക്ഷൻ കൊണ്ട് വെച്ചിട്ട് ഇടത്തോട്ട് നോക്കുക, ബിയിൽ സെക്ഷൻ കൊണ്ട് വെച്ചാൽ ഇടത്തോട്ട് നോക്കുക. അതിനെല്ലാമുള്ള സൈൻ കൺവെൻഷനാണ് ഞാൻ നേരത്തെ എഴുതിയത്. പകുതി വരെ എഴുതിയായിരുന്നല്ലേ. ക്ലോക്ക് വൈസ് പോസിറ്റീവ്, അതേ കണക്ക് തന്നെ ആൻറ്റി ക്ലോക്ക് വൈസ് നെഗറ്റീവ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. ഇനി സെക്ഷൻ കൺസിഡർ ചെയ്ത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റൈറ്റിലോട്ടും നോക്കാം. പക്ഷേ സൈൻ കൺവെൻഷൻ മാറും. എങ്ങനെയാണ് മാറുന്നത്, ക്ലോക്ക് വൈസ് എല്ലാം നെഗറ്റീവും ആൻറ്റി ക്ലോക്ക് വൈസ് എല്ലാം പോസിറ്റീവും ആവും, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാവും. ഓക്കെ ആണോ? ഇങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് ഈ ആൻസർ തന്നെ കിട്ടും. സംഭവം കാണിച്ചു തരട്ടെ. ഇപ്പം ഇത് ഇവിടെ നിൽക്കട്ടെ, എം എ ഇടത്തോട്ട് നമുക്ക് 0, അത് എടുക്കട്ടെ. എം സി ഞാൻ ഇടത്തോട്ട് നോക്കിയപ്പോൾ കിട്ടിയത് WL/4 അല്ലേ. ഞാൻ ഈ എം സിയിൽ സെക്ഷൻ കൊണ്ടുവച്ചിട്ട് റൈറ്റിലോട്ട് നോക്കുക. റൈറ്റിലോട്ട് നോക്കുമ്പോൾ എന്തുണ്ട്, ഒരു W/2 × L/2 ഉണ്ട് അല്ലേ, W/2 × L/2. പക്ഷേ അത് ഏതാ കറങ്ങി ഇങ്ങനെ വരുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറങ്ങുന്നത്. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൈറ്റിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിട്ട് എടുക്കണം, പോസിറ്റീവായിട്ട് എടുക്കണം. therefore പോസിറ്റീവ് W/2 × L/2 വിച്ച് ഇസ് WL/4. ഈ ആൻസർ തന്നെയല്ലേ ഇവിടെയും കിട്ടിയത്. അപ്പം സെക്ഷനെ കട്ട് ചെയ്ത് നമുക്ക് ഇടത്തോട്ടോ നോക്കാം, റൈറ്റിലോട്ടോ നോക്കാം. ലീസ്റ്റ് നമ്പർ ഓഫ് ഫോഴ്സസ് ഉള്ള രീതിയിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഇത്രയുടെ കാൽക്കുലേഷൻസ് എളുപ്പമായിരിക്കും. വേറൊരു സംഭവം കാണിച്ചു തരാം. ബിയിൽ ഞാൻ കൊണ്ടുപോയി എൻ്റെ സെക്ഷൻ വെച്ചു. ലെഫ്റ്റിലോട്ട് നോക്കിയപ്പോൾ എനിക്ക് എത്ര കാൽക്കുലേഷൻ ചെയ്യേണ്ടി വന്നു, ഈ W/2 × L മൈനസ് W × L/2 ഇത്രയും ചെയ്യേണ്ടി വന്നു അല്ലേ. ഇത്രയും ചെയ്തപ്പോഴാണ് എനിക്ക് എന്ത് കിട്ടിയത്, അവസാനം 0 എന്ന് കിട്ടിയത്. ഞാൻ ഈ സെക്ഷനിൽ കണ്ണേ ഈ സെക്ഷൻ കൊണ്ട് ഞാൻ ഇവിടെ വെച്ചിട്ട് ഞാൻ ലെഫ്റ്റിലോട്ട് നോക്കുന്നതിന് വരെ റൈറ്റിലോട്ട് അങ്ങ് നോക്കി. റൈറ്റിലോട്ട് നോക്കുമ്പോൾ എന്തെങ്കിലും ഫോഴ്സ് കാണാൻ പറ്റുന്നുണ്ടോ, ഇല്ല. therefore അത് മാത്രമല്ല, ഈ W/2 is acting on that point itself. therefore W/2 × 0 MB വാല്യൂ എനിക്ക് ഡയറക്റ്റ്ലി എന്തെന്ന് എടുത്ത് എഴുതാം, 0 എന്ന് എഴുതാം. റൈറ്റിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോഴ്സ് ഒന്നും ഇല്ല കാണാനായിട്ട്. ഇവിടെ ഞാൻ എയിൽ വെച്ചിട്ട് ഇങ്ങോട്ട് നോക്കിയപ്പോൾ ഫോഴ്സ് ഒന്നും ഇല്ലാത്തതിനാൽ എനിക്ക് A = 0 എന്ന് എഴുതിയത് കണക്ക് തന്നെ ഇവിടെ വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ 0, ഇങ്ങോട്ടേക്ക് ഫോഴ്സ് ഒന്നും ഇല്ലെങ്കിൽ 0. ഇത്രയും കാൽക്കുലേഷൻസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ്ലി എനിക്ക് ആൻസർ കിട്ടും. മനസ്സിലായോ? അപ്പം രണ്ട് രീതിയിലും നോക്കാം, നിങ്ങളുടെ ലോജിക്ക് അനുസരിച്ച് യൂസ് ചെയ്യുക. ഇനി ഇതൊക്കെ പാടാണ്, രണ്ട് ഡയറക്ഷനും സൈൻ കൺവെൻഷനും ഒക്കെ ഓർത്തിരിക്കാൻ പാടാണെന്നുണ്ടെങ്കിൽ ഇതിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്ത് കുറച്ച് കാൽക്കുലേഷൻസ് ചെയ്യേണ്ടി വരുമെന്നേ ഉള്ളൂ. അത് തെറ്റിക്കാണ്ടിരുന്നാൽ മാത്രം മതി. ഓക്കെ ആണല്ലോ? അപ്പം ഇതാണ്. അപ്പം ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാനുള്ളതും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാനുള്ളതും വാല്യൂസ് കിട്ടി. നമുക്കിനി എന്ത് ചെയ്യാം, ഇതിൻ്റെ ഡയഗ്രാം ഒന്ന് വരയ്ക്കാം. എങ്ങനെയാണ് വരയ്ക്കുന്നത് കാണിച്ചു തരാം. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആദ്യമേ മേളിൽ വരയ്ക്കുക. എന്നിട്ട് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാനൊരു വര വരയ്ക്കുക. തൊട്ട് താഴെയായിട്ട് ഇത് പിന്നെ വരച്ചാലും മതി. താഴെ ഞാൻ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാനുള്ള പടമാണ് വരച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ കുറച്ച് താഴെ വരച്ചാൽ മതി. നമുക്ക് താഴോട്ട് വരുമോ ഫിഗർ മേളിലോട്ട് വരുമോ എന്നുള്ള കാര്യം നമ്മൾ വരച്ച് വരുമ്പോഴേ അറിയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരാണ് ഫസ്റ്റ് വരയ്ക്കാൻ പോകുന്നത്. ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിനകത്ത് നമ്മുടെ എ എന്ന് പറയുന്ന ജോയിൻറ്റ് ഇത്, സി എന്ന് പറയുന്ന ജോയിൻറ്റ് ഇത്, ബി എന്ന് പറയുന്ന ജോയിൻറ്റ് ഇത്. എയിൽ എനിക്ക് 2 വാല്യൂ കിട്ടിയല്ലേ, ലെഫ്റ്റും കിട്ടി റൈറ്റും കിട്ടി. എ ലെഫ്റ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു, ഇതായിരുന്നു അല്ലേ, ഈ വാല്യൂ ആയിരുന്നു എ ലെഫ്റ്റ് വിച്ച് ഇസ് 0. എ റൈറ്റ് എന്ന് പറയുമ്പോൾ +W/2 ഞാൻ ഏതാണ്ട് ഇവിടെ എടുത്തു. W/2 എന്ന് പറയുന്ന ഡിസ്റ്റൻസിനെ ഞാൻ ഇവിടെ ആയിട്ട് എടുത്ത് മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി സി ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ W/2 തന്നെയായിരുന്നു, വിച്ച് മീൻസ് അതിൻ്റെ നേരെ ഇവിടെ തന്നെ വരും. സിയിൽ ലെഫ്റ്റ് വാല്യൂ, സിയിലെ റൈറ്റ് വാല്യൂ എത്ര കിട്ടിയേക്കുന്നത്, -W/2. അപ്പം -W/2 എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഇത് ഇവിടെ വരും അല്ലേ, ഇവിടെ മാർക്ക് ചെയ്തു. ഇനി വേറെന്താ വരുന്നത്, ബി ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ അതും -W/2. അപ്പോൾ അത് ഏതാണ്ട് ഇവിടെ കണ്ടു വരും, -W/2. ഇതും -W/2. ഇതെന്ത് തന്നെയായിരുന്നു, +W/2 തന്നെയാണ് വരുന്നത്. പിന്നെ ഇവിടെ എന്താ വരുന്നത്, 0 ആണ് വരുന്നത്, വിച്ച് മീൻസ് 0. അപ്പോൾ നമുക്ക് ആ ലെഫ്റ്റ് റൈറ്റ് എന്നുള്ള രീതിയിൽ അങ്ങ് ജോയിൻ ചെയ്താൽ മാത്രം മതി. നിങ്ങൾ ലെഫ്റ്റ് റൈറ്റ് നിങ്ങൾ സ്കെയിലൊക്കെ വെച്ച് വരയ്ക്കണം കേട്ടോ. ലെഫ്റ്റ് റൈറ്റ്, ഇനി അടുത്ത റൈറ്റ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് എങ്ങനെയായിരുന്നു, ഇവിടം വരെ, എന്നിട്ട് ഇവിടം തൊട്ട് ഇവിടം വരെ റൈറ്റ്. ഇതിനെ പോസിറ്റീവ് എന്നും ഇതിനെ നെഗറ്റീവ് എന്നും മാർക്ക് ചെയ്യുക. ഇത്രയും പാർട്ടൊന്ന് ഷെയ്ഡ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇത് W/2 ഡിസ്റ്റൻസ്, ഇതും W/2 ഡിസ്റ്റൻസ് ആണ് മൈനസ്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത് എന്ത് വരയ്ക്കാം, ഇനി നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാം. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആദ്യമേ രണ്ടാമത്തത് ലൈൻ നമുക്ക് ജസ്റ്റ് ഒന്ന്
ഇത് വരച്ചതിന് ശേഷം വരയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ, കാരണം അല്ലേ വരയ്ക്കുന്നത് ശരിയായെന്ന് വരത്തില്ല. ഓക്കെ, അപ്പം ഇവിടെ വരുമ്പോഴത്തേക്കും എനിക്ക് ബെൻഡിങ് മൊമെൻ്റ് വാല്യൂസ് എന്തൊക്കെയാണ് കിട്ടുന്നത്? ഇവിടെ എ എന്ന് പറയുന്നൊരു വാല്യൂ ആണ് കിട്ടുന്നത്. എയിൽ 0 എന്ന് പറയുന്നൊരു വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ 0 ഞാൻ മാർക്ക് ചെയ്തു. MC-യിൽ പ്ലസ് WL/4 ആണ്. അപ്പോൾ WL/4 എന്ന് പറയുമ്പോൾ ഞാൻ ഏതാണ് ഇവിടെ അങ്ങോട്ട് മാർക്ക് ചെയ്തു. അപ്പോൾ ഞാൻ ജസ്റ്റ് വേറൊരു നോക്കട്ടെ. ഇത് 0 എന്ന് പറയുന്ന വാല്യൂ, ഇത് ഏതാണ്ട് WL/4 എന്ന് പറയുന്ന ഡിസ്റ്റൻസിലാണ് കിട്ടിയേക്കുന്നത്. പിന്നെന്താ വന്നേക്കുന്നത്? ഈ പോയിന്റിലും 0 ആണ് വന്നേക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കണം, പോയിന്റ് ലോഡാണ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സ്ട്രെയിറ്റ് ലൈനും UDL ആണെന്നുണ്ടെങ്കിൽ അവിടെ പാരാബോളിക് ലൈനുമാണ് വരയ്ക്കേണ്ടത്. നമുക്ക് UDL ഒന്നും വരയ്ക്കുമ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഡിസ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത്? WL/4 എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം. ഇത് എൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. അപ്പോൾ ഇത്രയും വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കഴിയും. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു പോയിന്റ് ലോഡ് അറ്റ് സെൻറ്റർ വരുമ്പോൾ ഉള്ളൊരു ക്വസ്റ്റ്യനാണ് നമ്മൾ പറഞ്ഞത്. ഇനി UDL വരുമ്പോൾ എങ്ങനെയാണെന്ന് കൂടെ പറയാം. ഓക്കെ ആണല്ലോ. ഒരു പോയിന്റ് ലോഡ് അറ്റ് സെൻറ്റർ വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അത് കണക്ക് തന്നെ UDL വരുമ്പോൾ ഉള്ളൊരു കേസാണ് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വരുന്ന, നമുക്ക് വാല്യൂസ് ഇട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടില്ല, ജനറൽ കണ്ടീഷൻ മാത്രമാണ്. ജനറൽ കണ്ടീഷൻ ഇതേ കണക്കിനെ ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പം ജനറൽ കണ്ടീഷൻ എഴുതാനും പഠിച്ചിരിക്കണം. ഇത് കൂടാണ്ട് വാല്യൂസ് വരുന്നതാണ്. വാല്യൂസ് വരുന്ന നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട. കണ്ടിന്യൂസ് ബീംസിനകത്ത് വരുന്ന രീതിയിൽ എങ്ങനെയാണ് സാധാരണ കണ്ടിന്യൂസ് ബീംസോ കാന്റിലിവർ ബീംസോ ഒക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ജനറൽ കണ്ടീഷൻ നോക്കാം. ഇത് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ട പരിപാടി എന്ത് തന്നെയാണ്? റിയാക്ഷൻ അറ്റ് എയും, ഇതിനെ സപ്പോർട്ട് എ എന്നും ഇതിനെ സപ്പോർട്ട് ബി എന്നും വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ റിയാക്ഷൻ അറ്റ് എയും റിയാക്ഷൻ അറ്റ് ബിയും ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. റിയാക്ഷൻ അറ്റ് എയും റിയാക്ഷൻ അറ്റ് ബിയും എങ്ങനെ എഴുതാം? RA പ്ലസ് RB മൈനസ് UDL എങ്ങനെ എഴുതുന്നത്? UDL-നെ നമ്മൾ W/m എന്നൊരു സാധനമാണ് തന്നേക്കുന്നുണ്ടെങ്കിൽ ആ W ഇൻറ്റു എത്ര ലെങ്തിലാണ് അത് ആക്ട് ചെയ്യുന്നത്, അതാണ് അവിടുത്തെ ലോഡ് എന്ന് പറയുന്നത്. ഈ W/m എന്ന് പറയുന്ന സാധനത്തിനെ ഇൻറ്റു എത്ര ലെങ്തിൽ അവിടെ ആക്ട് ചെയ്യുന്നു എന്നുള്ളതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടുത്തെ ലോഡ് വാല്യൂ കിട്ടുന്നത്. അപ്പം ഈക്വൽ ടു 0. ഇതിനെ നമുക്ക് എന്തെന്ന് കിട്ടും? RA പ്ലസ് RB ഈക്വൽ ടു W ഇൻറ്റു L എന്ന് കിട്ടും. അപ്പം ഇങ്ങനൊരു എക്സ്പ്രഷനിലോട്ട് എത്തും. ഇനി എന്ത് ചെയ്യണം? RAയും RBയും സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. സെപ്പറേറ്റ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? സം ഓഫ് ദി മൊമെന്റ് അബൌട്ട് A ഈക്വൽ ടു 0 എന്ന് പറയുന്ന കണ്ടീഷൻ ഞാൻ അപ്ലൈ ചെയ്യണം. മൊമെന്റ് അബൌട്ട് A ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? RA ഇൻറ്റു, അത് ആ പോയിന്റ് തന്നെയാണ് ആക്ട് ചെയ്യുന്നത്, therefore 0. പിന്നെ RB ഇൻറ്റു ഈ ഡിസ്റ്റൻസ് ഉണ്ടല്ലേ, RB ഇൻറ്റു L എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഉണ്ട്, വിച്ച് ഇസ് ആക്ടിങ് ഇൻ ആൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, therefore മൈനസ്. കഴിഞ്ഞോ? ഇല്ല, UDL ആക്ട് ചെയ്യുന്നുണ്ട്. UDL ആക്ട് ചെയ്യുമ്പോൾ നമ്മൾ മൊമെന്റ് എന്ന് പറയുമ്പോൾ എന്താ? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുമ്പോൾ W ഇൻറ്റു എത്ര ഡിസ്റ്റൻസിൽ ആക്ട് ചെയ്യുന്നത്? L ഡിസ്റ്റൻസിലാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ. W ഇൻറ്റു സ്മോൾ ലെറ്റർ അല്ല അല്ലേ. ഇതിപ്പോൾ എന്താ ആയുള്ളൂ? ഫോഴ്സേ ആയുള്ളൂ. ഇനി ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസും കൂടെ ചെയ്യണം. അപ്പോൾ അതെന്താ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ UDL ഇങ്ങനെ ആക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് W/m എന്ന് പറയുന്ന ഒരു UDL ആണെന്നുണ്ടെങ്കിൽ ഫോർ L ഡിസ്റ്റൻസ്, ആ W ഇൻറ്റു L എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഫോഴ്സ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ആ ഫോഴ്സ് നമ്മൾ കൺവേർട്ട് ചെയ്ത് പോയിന്റ് ലോഡ് ആക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ആ പോയിന്റ് ലോഡ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എത്ര ലെങ്തിലെ കൺസിഡർ ചെയ്തോ ആ ലെങ്തിൻ്റെ പകുതി, അതായത് കറക്റ്റ് സെൻട്രലായിരിക്കും ആ പോയിന്റ് ലോഡ് എന്ന് പറയുന്ന W/L എന്ന് പറയുന്നത് ആക്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പം പോയിന്റ് ലോഡായിട്ട് ഇവിടെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ഈ പോയിന്റാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, വിച്ച് ഇസ് L/2. കണ്ടീഷൻ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ ഇപ്പം എന്താണ്? W ഇൻറ്റു L എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഇതിനെ ഞാൻ പോയിന്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് W ഇൻറ്റു L എന്ന് പറയുന്നത്, വിച്ച് മീൻസ് ഇവിടെ ഇപ്പോൾ ഏതാണ്ട് ഈ ഒരു ഭാഗത്ത് W ഇൻറ്റു L ആക്ട് ചെയ്യുന്നുണ്ട്. അതേ ഇൻറ്റു A എന്ന് പറയുന്ന ഡിസ്റ്റൻസ് വരെയുള്ള ഡിസ്റ്റൻസ് എത്ര വരും? അതിൻ്റെ സെൻട്രലായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഇൻറ്റു L/2യും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അത് താഴത്തോട്ട് ഇങ്ങനെ ആക്റ്റീവ് ആണ് അല്ലേ, ഇങ്ങനെ ആക്റ്റീവ് ആണ്, വിച്ച് മീൻസ് അത് കറങ്ങുന്നത് എങ്ങനെയാണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്, therefore പോസിറ്റീവ്. ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. ഓക്കെ, ഈക്വൽ ടു 0. വേറെ ഫോഴ്സ് ഒന്നും ഇല്ല. ഇതെല്ലാം കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എനിക്ക് മൈനസ് RB ഇൻറ്റു L, therefore RB ഇൻറ്റു L മൈനസ് RB ഇൻറ്റു L എന്ന് പറയുമ്പോൾ ഇതിനെ അങ്ങ് മൈനസ് അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ WL²/2 എന്ന് കിട്ടും. അപ്പം
മൈനസ് ഡബ്ല്യു എൽ സ്ക്വയർ. അപ്പോൾ ഈ പ്ലസ് മൈനസ് ഈ മൈനസും കൂടെ ക്യാൻസൽ ആവും. അപ്പം ആർ ബി ഈക്വൽ ടു ഈ എല്ലിനെയും ഇവിടെ കൊണ്ടുവരുമ്പോൾ ഒരു എൽ സ്ക്വയറിലെ എൽ അങ്ങ് ക്യാൻസൽ ആവും, WL/2 എന്ന് കിട്ടും. WL/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനത്തിനെ ഇവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും RA ഈക്വൽ ടു WL മൈനസ് RB എന്ന് എഴുതാം അല്ലേ. RA ഈക്വൽ ടു WL മൈനസ് RB എന്നാണ്. RBക്ക് വരെ നമുക്ക് എന്ത് കൊടുക്കാം, WL/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. therefore അതും എന്ത് തന്നെ കിട്ടും, W/L/2 എന്ന് കിട്ടും RA വാല്യൂ. അപ്പം RA വാല്യൂവും RB വാല്യൂവും കണ്ടുപിടിക്കുന്ന സ്റ്റെപ്പാണ് ഫസ്റ്റ് ഏതൊരു പ്രോബ്ലം എടുത്താലും ചെയ്യേണ്ടത്. UDL വരുമ്പോൾ ചെയ്യേണ്ട രീതി മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത എന്താ, ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാനും മിനിമം വാല്യൂസ് വരയ്ക്കാനും ഉള്ള വാല്യൂസ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇതും കൂടെ ഒന്ന് വായിച്ചേക്കുവാണ്. അപ്പോൾ RA വാല്യൂയും RB വാല്യൂയും WL/2 എന്ന് കിട്ടിയായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പം ഇനി എന്താണ്, ഷിയർ ഫോഴ്സ് വാല്യൂസും മിനിമം വാല്യൂസും കണ്ടുപിടിക്കണം. അപ്പോൾ ഷിയർ ഫോഴ്സ് വാല്യൂസ് കണ്ടുപിടിക്കുക. അപ്പോൾ ഞാൻ ഷിയർ ഫോഴ്സ് വാല്യൂസ് എന്ന് പറഞ്ഞ് ഹെഡിങ് കൊടുക്കുകയാണ്. ഷിയർ ഫോഴ്സ് വാല്യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും എയിൽ കൊണ്ടുപോയി എൻ്റെ സെക്ഷൻ എ ലെഫ്റ്റും ചെയ്യണം എ റൈറ്റും ചെയ്യണം അല്ലേ. അറ്റ് എ ലെഫ്റ്റും, അതായത് ഫോഴ്സ് അറ്റ് എ ലെഫ്റ്റും കണ്ടുപിടിക്കണം, ഫോഴ്സ് അറ്റ് എ റൈറ്റും കണ്ടുപിടിക്കണം. എ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ എ ലെഫ്റ്റിൽ വെച്ചിട്ട് ഞാൻ ഇടത്തോട്ട് നോക്കുമ്പോൾ എനിക്കൊരു ഫോഴ്സും കാണാനില്ല, 0. എ റൈറ്റിൽ കൊണ്ടുവയ്ക്കുമ്പോഴത്തേക്കും എനിക്ക് മേളിലോട്ടൊരു RI ഫോഴ്സ് കാണാം, വിച്ച് ഇസ് WL/2. ഇനി അടുത്ത പോയിന്റ് ഏതാ, ബി ആണല്ലേ. ബി എന്ന് പറയുന്ന പോയിന്റേ ഉള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് വേറെ ജോയിൻറ്റ് നമ്മൾ ഇതിന് പോയിന്റിലോടാക്കി എന്ന് പറഞ്ഞാൽ അതിനൊന്നും ഒരു ജോയിൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണമെന്നില്ല കേട്ടോ. അതൊക്കെ നമ്മളൊരു ഇമാജിനറി ആയിട്ട് പറയുന്നൊരു സംഭവമാണ്. ഓക്കെ, ഇനി FB ലെഫ്റ്റും കണ്ടുപിടിക്കണം, FB റൈറ്റും കണ്ടുപിടിക്കണം. ബി ലെഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ബിക്ക് ലെഫ്റ്റിൽ കൊണ്ടുവയ്ക്കുമ്പോൾ മേളിലോട്ട് നോക്കുമ്പോൾ ഏതൊക്കെ ഫോഴ്സ് കാണാം, മേളിലോട്ടൊരു RA കാണാം, വിച്ച് ഇസ് WL/2. മേളിലോട്ടായതുകൊണ്ട് പോസിറ്റീവ്. താഴത്തോട്ട് എന്ത് കാണാം, ഈ ബി വരെ ഒരു UDL ആക്ട് ചെയ്യുന്നുണ്ട്. UDL എന്ന് പറയുമ്പോഴത്തേക്കും അതിനെ ലോഡാക്കി മാറ്റണം, വിച്ച് ഇസ് -W/L. താഴത്തോട്ടായതുകൊണ്ടാണ് മൈനസ് ഇട്ട് കൊടുത്തത്. എത്ര ലെങ്തിൽ UDL ആക്ട് ചെയ്യുന്നുണ്ട്, W/L ഡിസ്റ്റൻസിൽ ആക്ട് ചെയ്യുന്നുണ്ട്, W/L. അപ്പോൾ ഇതെന്ത് വരും, WL/2 -WL. അപ്പോൾ എന്ത് വരും, -WL/2 എന്ന് വരും. ഇനി FB റൈറ്റ് നോക്കുമ്പോൾ എന്ത് വരും, FB റൈറ്റ് വെച്ചിട്ട് ഞാൻ ലെഫ്റ്റിലോട്ട് നോക്കുകയാണെങ്കിൽ മേളിലോട്ട് WL/2 ഉണ്ട്, പിന്നെ താഴത്തോട്ട് W/L എന്ന് പറയുന്ന UDL ആക്ട് ചെയ്യുന്നുണ്ട്, പിന്നെന്തുകൊണ്ട് മേളിലോട്ട് ഒരു WL/2 കൂടെ ഉണ്ട്. അപ്പോൾ +WL/2. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടും, 0 കിട്ടും. അപ്പോൾ ഷിയർ ഫോഴ്സ് വാല്യൂസ് കണ്ടുപിടിച്ചു. ഇനി അടുത്തത് നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ് വാല്യൂസ് കണ്ടുപിടിക്കാം. ബെൻഡിങ് മൊമെൻറ്റ് വാല്യൂസ് ഇതേണക്ക് എ ലെഫ്റ്റും എ റൈറ്റും ഒന്നും എടുക്കണമെന്നില്ല, എ ലെഫ്റ്റും എ റൈറ്റും എടുക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ രീതിയിലും ചെയ്ത് കാണിച്ചു തരാം. എങ്ങനെയാണ്, ഞാൻ എൻ്റെ സെക്ഷനിൽ എയിൽ കൊണ്ടുവച്ചു. therefore MA എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ RA എന്ന് പറയുന്ന ഫോഴ്സേ ഉള്ളൂ, ലെഫ്റ്റിലോട്ടല്ല നോക്കുന്നത്, RA എന്ന് പറയുന്ന ഫോഴ്സേ ഉള്ളൂ, വിച്ച് ഇസ് MA എന്ന് പറയുമ്പോൾ RA × 0, വിച്ച് ഇസ് 0. ഇനി വേറെ പോയിന്റ് ഒന്നും ഇവിടെ ഇല്ല. ബിയിൽ കൊണ്ടുവയ്ക്കാം. ബിയിൽ കൊണ്ടുവച്ചിട്ട് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് റൈറ്റിലോട്ട് നോക്കാം. റൈറ്റിലോട്ട് നോക്കുമ്പോൾ സൈൻ കൺവെൻഷൻ ചേഞ്ച് ചെയ്യണം എന്നുള്ള കാര്യം മറക്കാതിരുന്നാൽ മതി. റൈറ്റിലോട്ട് നമുക്ക് ഫോഴ്സ് ഒന്നുമില്ല. എനിക്ക് ഡയറക്റ്റ്ലി MB എന്തെന്ന് എന്ത് എടുത്തെഴുതാം, 0 എന്ന് എടുത്തെഴുതാം. ഇനി അതല്ല ലെഫ്റ്റിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. MB എന്ന് പറയുമ്പോൾ ഓൾട്ടർനേറ്റീവായിട്ട് നമുക്ക് വേറൊരു കേസിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതാം, MB. റൈറ്റിലോട്ട് നോക്കുകയാണെങ്കിൽ ഫോഴ്സ് ഒന്നും ഇല്ല, ഡയറക്റ്റ്ലി നമുക്ക് ഇങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്ത് പോയാലും മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ലെഫ്റ്റിലോട്ട് തന്നെ നോക്കാം. ബിയിൽ കൊണ്ടുപോയി സെക്ഷൻ വെച്ചു, എന്നിട്ട് ഞാൻ ലെഫ്റ്റിലോട്ട് നോക്കുമ്പോൾ എനിക്കൊരു RA ഫോഴ്സ് കാണാം, വിച്ച് ഇസ് WL/2 ഇൻറ്റു ഈ ഡിസ്റ്റൻസ്, വിച്ച് ഇസ് L. അപ്പോൾ എന്ത് വരും, WL/2 ഇൻറ്റു L. അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറങ്ങുന്നത്, അപ്പോൾ പോസിറ്റീവ്. ഇനി വേറെന്തുണ്ട്, ഒരു UDL താഴത്തോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. UDL എന്ന് പറയുമ്പോൾ W/L, അതാണ് ലോഡ് ആയതേ ഉള്ളൂ, ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പറയുമ്പോൾ അത് സെൻട്രലായിരിക്കും ആക്ട് ചെയ്യുന്നത്, അതേ ഇൻറ്റു ദിസ് പകുതി. അപ്പോൾ എത്ര വരും, L/2. അത് ആക്ട് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലാണ്, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്, -WL/2. ഇത് ചെയ്യുമ്പോഴത്തേക്കും എന്ത് വരും, WL²/2 -WL²/2, ഇതും 0 കിട്ടും. ഇത്രയും കാൽക്കുലേഷൻ ചെയ്ത് കണ്ടുപിടിക്കുന്നതാണോ, ഈ ഒരു സെക്ഷനെ കൊണ്ടുവച്ചിട്ട് റൈറ്റിലോട്ട് നോക്കുമ്പോഴത്തേക്കും പിന്നെ വേറെ ഫോഴ്സ് ഒന്നും ഇല്ല, സിമ്പിളായിട്ട് അങ്ങനെ കണ്ടുപിടിക്കുന്നതാണോ നല്ലത്, 0. രണ്ടും 0 തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ കണ്ടുപിടിക്കുക. ഓക്കെ ആണല്ലോ.
ഇത് ഓക്കെ. ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രാക്ടിക്കൽ വേ ഉണ്ട്. ശരിക്കും തിയറട്ടിക്കലി ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളൊരു സംഭവമുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അത് ഇവിടെ ആവശ്യമുണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങൾ പഠിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ MA MB വാല്യൂ നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാനും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാനും എളുപ്പമായിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനും അറിയാം. ഇതൊരു ഷോർട്ട് കട്ട് മെത്തേഡ് കണക്കാണ്. ശരിക്കും ഇതിൻ്റെ പ്രാക്ടിക്കൽ വേ ഉണ്ട്. നിങ്ങളെ കോളേജിലെ കോളേജൊക്കെ നോട്ടെടുത്ത് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു മെത്തേഡായിരിക്കും കാണുന്നത്. വാല്യൂസ് കിട്ടിയിട്ടുണ്ട്, അതവിടെ നിന്നോട്ടെ. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഫിഗർ ഒന്നും കൂടെ ഒന്ന് വരയ്ക്കാം. പ്രാക്ടിക്കലി കോളേജ് പക്ഷേ നമുക്കിതിവിടെ ഈ ഒരു സാധനം ആവശ്യമാണ്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇത് ചെയ്തേ പറ്റത്തുള്ളൂ. ഇവിടെ ത്രൂ ഔട്ട് ദ ലെങ്ത് UDL ആണ്, വിച്ച് ഇസ് W per meter. ഇതെല്ലാം പറയുന്ന ഡിസ്റ്റൻസ്. ഞാൻ എന്ത് ചെയ്യണം? ഒരു സെക്ഷൻ ഞാൻ കട്ട് ചെയ്യണം. എന്താണ്? ഒരു സെക്ഷൻ ഞാൻ കട്ട് ചെയ്യണം. സെക്ഷൻ കട്ട് ചെയ്തിട്ട് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് നോക്കുക. സൈൻ കൺവെൻഷൻ മാത്രം നോക്കിയിരുന്നാൽ മതി. ഞാനൊരു സെക്ഷൻ കട്ട് ചെയ്തു. ഓക്കെ, ആ സെക്ഷൻ കട്ട് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഇടത്തോട്ട് നോക്കി. എൻ്റെ ഒരു കംഫർട്ട് അനുസരിച്ച് ഞാൻ ഇടത്തോട്ടാണ് നോക്കുന്നത്. ഞാൻ ആ സെക്ഷൻ കട്ട് ചെയ്ത് നോക്കുമ്പോൾ ആ സെക്ഷൻ കട്ട് ചെയ്തത് മുതൽ ഈ പോയിന്റ് വരെയുള്ള ഈ ഡിസ്റ്റൻസിനെ ഞാൻ എന്തെന്ന് വിളിച്ചു? എക്സ് എന്ന് വിളിച്ചു. എന്താണ്? ഈ ഡിസ്റ്റൻസിനെ എക്സ് എന്ന് വിളിച്ചു. ഈ സെക്ഷനെ ഞാൻ ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞ പേരും കൊടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? M/XX, അതായത് ഈ സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെൻറ്റ് ഞാൻ കണ്ടുപിടിക്കുക. ഈ സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെൻ്റ് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എന്തുണ്ട്? ഒരു RA വാല്യൂ ആക്ട് ചെയ്യുന്നില്ലേ? വിച്ച് ഇസ് WL/2 അല്ലേ? അപ്പം ഈ സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് നോക്കുമ്പോൾ ഒരു RA × X ഇല്ലേ? ഇത്ര ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് X അല്ലേ? ആ സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ മൊമെൻ്റ് കണ്ടുപിടിക്കുമ്പോൾ RA × X എന്ന് പറയുന്ന ഡിസ്റ്റൻസ് RA ഈസ് WL/2 × X. ഓക്കെ ആണല്ലോ? അത് ഏത് ഡയറക്ഷനിലാണ് കറങ്ങുന്നത്? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറങ്ങുന്നത്. therefore പോസിറ്റീവ്. ഇനി കഴിഞ്ഞോ? ഇല്ല. ഈ സെക്ഷൻ ഇപ്പുറത്തോട്ട് ഈ X ഡിസ്റ്റൻസിൽ ഒരു UDL W per meter ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ W × എത്ര ഡിസ്റ്റൻസാ? L ഡിസ്റ്റൻസ് എടുക്കരുത്. കാരണം സെക്ഷൻ ഇപ്പുറത്തോട്ട് X എന്ന് പറയുന്ന ഡിസ്റ്റൻസേ ഉള്ളൂ. therefore × X. കഴിഞ്ഞോ? മൊമെൻ്റ് എന്ന് പറയുമ്പോൾ ഇത് ഫോഴ്സേ ആയുള്ളൂ. W × X എന്ന് പറയുമ്പോൾ ഇതിനെ ഇപ്പം ഇങ്ങനൊരു പോയിന്റിലോട് ആക്കിയതേ ഉള്ളൂ. ഇനി ഈ പോയിന്റിലോട് ആക്ട് ചെയ്യുന്നിടം മുതൽ ഇവിടം വരെയുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വിച്ച് ഈസ് X/2 എന്ന് പറയുന്ന ഡിസ്റ്റൻസും കൂടെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് ഏത് ഡയറക്ഷനിലാണ് കറങ്ങുന്നത്? ഇതിങ്ങനെ കറങ്ങി ഈ പോയിന്റ് എത്തുമ്പോഴത്തേക്കും അത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. therefore മൈനസ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിനെ ഒന്നും കൂടെ ഒന്ന് മാറ്റി എഴുതുകയാണെന്നുണ്ടെങ്കിൽ MXX, വേറെ ഫോഴ്സ് ഒന്നും ഇല്ലല്ലോ, MXX = W × LX/2 മൈനസ് W × X² ഒന്നും കൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തെഴുതാം? W/2നെ പുറത്തെടുക്കാം അല്ലേ? അപ്പം MXX = W/2നെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ എന്ത് വരും? LX - X² എന്നെഴുതാം. ഈ ഇക്വേഷനാണ് എൻ്റെ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. അപ്പം ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ജനറൽ കണ്ടീഷൻ ആയാലും അല്ലെങ്കിലും പ്രാക്ടിക്കലി അല്ലെങ്കിൽ തിയറട്ടിക്കലി നമ്മളിത് ചെയ്യേണ്ട രീതി ഇതാണ്. ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യുക, ഈ സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബെൻഡിങ് മൊമെൻറ്റ് ഇക്വേഷൻ കണ്ടുപിടിക്കുക. ഇനി ഈ വാല്യൂസ് എങ്ങനെ കിട്ടുന്നതെന്ന് കാണിച്ചു തരട്ടെ. ഈ വാല്യൂസ് ഞാൻ പറഞ്ഞ രീതി വേറെ, അത് പഠിച്ചു വെച്ചേക്കുക, അതാണ് പെട്ടെന്ന് കിട്ടുന്നത്. പക്ഷേ ഇത് ഞാൻ ചെയ്യേണ്ട രീതി പറഞ്ഞു തരട്ടെ. ഈ സാധനത്തിന്, ഈ സെക്ഷനെ ഞാൻ എന്ത് ചെയ്യും? ഈ വരച്ചേക്കുന്ന സെക്ഷനെ ഞാൻ ഇവിടെ കൊണ്ടുവയ്ക്കും. ഇവിടെ കൊണ്ടുവയ്ക്കുമ്പോൾ എൻ്റെ X എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് ആയിരുന്നു. ആ ഡിസ്റ്റൻസ് എന്താവും? 0 ആവും. അപ്പം അറ്റ് M/A എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? എക്സിൻ്റെ വാല്യൂ ഞാൻ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഏത് ഇക്വേഷനിൽ? ഈ ഇക്വേഷനിൽ. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? M/A = എക്സിൻ്റെ വാല്യൂ 0 ആകുമ്പോഴത്തേക്കും ഇതും 0, ഇത് ഹോൾ ടേം 0, W/2 × 0 വിച്ച് ഇസ് 0. അതാണ് ഇവിടെ കിട്ടിയത്. ഇനി ഞാൻ എന്ത് ചെയ്തു? ഈ ഈ സെക്ഷനെ ഞാൻ ഈ B എന്ന് പറയുന്ന ജോയിൻറ്റിൽ കൊണ്ടുവച്ചു. B എന്ന് പറയുന്ന ജോയിൻറ്റിൽ കൊണ്ടുവച്ചപ്പോൾ എക്സിൻ്റെ ഡിസ്റ്റൻസ് ഇത്രയും ആയിരുന്നത് ഇപ്പോൾ എത്രയാവും? L ആവും. അപ്പം M/B എന്ന് പറയുമ്പോൾ അവിടുത്തെ എക്സിൻ്റെ വാല്യൂ എന്ത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം? L സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പം MB = എന്ത് വരും? W/2 × L × എക്സിൻ്റെ വാല്യൂ ഞാൻ L തന്നെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത് അല്ലേ? -L². അപ്പോൾ എന്ത് വരും? W/2 × L × L², L² - L² 0 × W/2 എന്ത് വരും?
0 വരും. അങ്ങനെ MB വാല്യൂ എനിക്ക് 0 കിട്ടും, MA വാല്യൂം 0 കിട്ടും. ഓക്കെ ആണോ? ഇതാണ് ശരിക്കുമുള്ള ഒരു പ്രാക്ടിക്കൽ വേ കണ്ടുപിടിക്കേണ്ടത്. ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യുക, ആ സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ബെൻഡിങ് മൊമെൻറ്റ് ഇക്വേഷൻ കണ്ടുപിടിക്കുക, ആ ഇക്വേഷനെ യൂസ് ചെയ്തിട്ട് സെക്ഷനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കൊണ്ടുവയ്ക്കുമ്പോൾ അവിടുത്തെ എക്സിൻ്റെ വാല്യൂ മാറി മാറി ഇട്ട് കൊടുക്കുമ്പോൾ ആ ഓരോ പോയിന്റിലേയും നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ് വാല്യൂസ് കിട്ടും. ഓക്കെ ആണല്ലോ? നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇങ്ങനെ കണ്ടുപിടിക്കണമെന്നില്ല, ഇങ്ങനെ കണ്ടുപിടിച്ചാൽ ബെറ്റർ. ഇത് എളുപ്പമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യുക, തെറ്റത്തില്ല. പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ നമുക്കിവിടെ ആവശ്യമുണ്ട്. എന്താണെന്ന് പറഞ്ഞുതരാം, ഡയഗ്രാം വരച്ചിട്ട് പറഞ്ഞുതരാം. ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഞാൻ ജസ്റ്റ് പടം എടുത്ത് വരച്ചു. എൻ്റെ 2 ജോയിൻസിനെയും കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഒരു ഡോട്ടഡ് ലൈൻസ് ഇട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. എന്നിട്ട് ഞാൻ എൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാനുള്ളൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഷിയർ ഫോഴ്സ് വാല്യൂസ് ഒന്ന് ഞാൻ എടുത്ത് മാർക്ക് ചെയ്യുവാണ്. SFA ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ 0 ആണ് കിട്ടിയത്. SFA റൈറ്റ് എന്ന് പറയുമ്പോൾ WL/2 ഞാൻ ഇവിടെ ആയിട്ട് മാർക്ക് ചെയ്തു, WL/2. ഇനി SFB ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ -WL/2 ആണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ബിയിൽ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ -WL/2. അപ്പോൾ അത് ഇവിടെ ഞാൻ മാർക്ക് ചെയ്തു WL/2. ഇതാണ് -WL/2. ആൻഡ് SFB റൈറ്റ് 0. അപ്പോൾ ഇതിനെ ജോയിൻ ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഇതിനെ ഇങ്ങനെ ജോയിൻ ചെയ്യുക, പിന്നെ ഇത് ഇവിടെ ഒരു ലൈൻ വരും, ഇതിനെ രണ്ടിനെയും കൂടെ ജോയിൻ ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇത് പോസിറ്റീവ് എന്ന് മാർക്ക് ചെയ്യുക, ഇത് നെഗറ്റീവ് എന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതൊക്കെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുന്നത് ഷിയർ ഫോഴ്സ് വാല്യൂസ് ഡയറക്റ്റ് എടുത്തങ്ങ് മാർക്ക് ചെയ്താൽ മാത്രം മതി. ഇനി ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വാല്യൂസ് എങ്ങനെയാണെന്ന് നോക്കാം. ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുന്നത് ആദ്യമേ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രത്തിന് നമുക്ക് എന്ത് ചെയ്യാം, എൻ്റെ ഫിഗർ ഒന്ന് ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കാം. ഓക്കെ, ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രത്തിനുള്ള സ്ട്രൈറ്റ് ലൈൻ വരച്ചു. എന്നിട്ട് നോക്കിയേ, ബെൻഡിങ് മൊമെൻറ്റ് വാല്യൂസ് എയും 0 ബിയും 0. എന്ത് ചെയ്യും? ഇവിടെയും 0 ബിയിലും 0. അപ്പോൾ ഒരു സ്ട്രൈറ്റ് ലൈൻ തന്നെ വരുമോ? ഇല്ല. UDL വരുമ്പോൾ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന് തന്നെ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? മറ്റതിൻ്റെ വരച്ചപ്പോൾ ഞാൻ UDL വരുമ്പോൾ എങ്ങനെ പോയിന്റിലോടായിരുന്നപ്പോൾ സ്ട്രൈറ്റ് ലൈൻസ് വെച്ചായിരുന്നു ഞാൻ ജോയിൻ ചെയ്തിരുന്നത്, അല്ലേ? ബോക്സ് കണക്കായിരുന്നു ഇരുന്നത്. പക്ഷേ UDL വരുമ്പോൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്ത് വരും? സ്ലാൻഡിങ് ലൈൻസ് യൂസ് ചെയ്യേണ്ടി വരും. അതേ കണക്ക് തന്നെ ഈ പറയുന്ന ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരുമ്പോഴത്തേക്കും നേരത്തെ നമുക്ക് സ്ട്രൈറ്റ് ലൈൻ ആയിരുന്നു, പക്ഷേ സ്ലാൻഡിങ് ലൈൻസ് വന്നായിരുന്നു, അല്ലേ? തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ. പക്ഷേ UDL വരുമ്പോൾ ആ ഒരു സ്പാനിൽ UDL ആണെങ്കിൽ നമ്മൾ 2 ജോയിനും കൂടെ സ്ട്രൈറ്റ് ലൈൻ വെച്ചല്ല ജോയിൻ ചെയ്യേണ്ടത്, ഒരു പാരാബോളിക് ഷേപ്പായിട്ട് വേണം മാർക്ക് ചെയ്യേണ്ടത്. എന്താണ്? പാരാബോളിക് ഷേപ്പായിട്ട് വേണം മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ? അപ്പോൾ പാരാബോളിക് ഷേപ്പായിട്ട് വേണം മാർക്ക് ചെയ്യുന്നത്. ഇത് 0 ആണെങ്കിൽ പോലും ഇവിടെ പാരാബോളിക് ഷേപ്പായിട്ട് വേണം മാർക്ക് ചെയ്യേണ്ടത്. അപ്പം ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിനെ ഷെയ്ഡ് ചെയ്യുക, പോസിറ്റീവായിട്ട് മാർക്ക് ചെയ്യുക. ക്വസ്റ്റ്യനിൽ ഒരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ടാവും, മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കാനായിട്ട്. ഇവിടെ എവിടെയോ ഒരു മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വാല്യൂ വരുന്നുണ്ട്. ഇവിടെ എന്തായാലല്ല, ഈ ഭാഗത്ത് എവിടെയായിട്ട് വരും. അത് കറക്റ്റ് സെൻട്രലാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, പക്ഷേ അത് ചെയ്തു നോക്കാം. അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ വേണം. ഞാൻ ഇങ്ങോട്ടേക്ക് എഴുതിയിട്ടുണ്ട്. MXS = W/2 × LX - X² എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ കണ്ടുപിടിച്ചില്ലേ? ആ ഇക്വേഷൻ ഉണ്ടെങ്കിൽ ഈ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പം മാക്സിമം ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, മാത്സിൽ ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഈ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ അല്ലേ ഇത്? ഈ ലൈൻ വരയ്ക്കാൻ കിട്ടിയ ഇക്വേഷനാണ്, ഈ ലൈനിൻ്റെ ഇക്വേഷനാണിത്. ഒരു ലൈനിൻ്റെ പീക്ക് പോയിന്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ, X ആക്സിസിൽ നിന്നും അതിൻ്റെ പീക്ക് പോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ ആ ലൈനിൻ്റെ ഇക്വേഷനെ എന്ത് ചെയ്താൽ മതി? ഡെറിവേറ്റീവ് എടുത്താൽ മതി. ആ ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ലൈനിൻ്റെ ഇക്വേഷനാണ് ഇക്വേഷൻ. വിത്ത് റെസ്പെക്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഏത് ഡിസ്റ്റൻസിൽ ഈ പോയിന്റിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ് അവിടുത്തെ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് കിട്ടുന്നതെന്ന് എനിക്ക് കിട്ടും. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യാം? d/dx ഓഫ് ഈ ഇക്വേഷൻ ചെയ്യുവാണ്. W/2 ഇൻറ്റു ഞാൻ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. W/2 LX - WX²/2 എഴുതാമല്ലോ, ഈക്വൽ ടു 0. ഇതിനെ ഞാൻ എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്നേ ഉള്ളൂ. ഈ സാധനത്തിന് അകത്തോട്ട് ഓരോന്നായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഓരോന്നിനെയും സെപ്പറേറ്റ് ആയിട്ട് d/dx എടുക്കുവാണ്. d/dx ഓഫ് W/2 × LX എന്ന് പറയുമ്പോഴത്തേക്കും എന്ത് വരും? വിച്ച് ഇസ് W/2 കോൺസ്റ്റൻ്റ് ആണ്. W/2 × L മൈനസ് ഈ x² ഡെറിവേറ്റീവ്. W/2 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. 2ൻ്റെ x² ഡെറിവേറ്റീവ് 2x ആവും. അപ്പോൾ 2x ഈക്വൽ ടു 0. അപ്പോൾ ഇതെന്ത് വരും? WL/2 മൈനസ് W × X എന്ന് വരും. അപ്പോൾ ഈ ഈക്വൽ ടു 0. അപ്പോൾ WL/2 ഈക്വൽ ടു WX
ഈ ഡബ്ല്യൂവും കൂടെ ക്യാൻസൽ ചെയ്യാം. എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും? L/2 എന്ന് കിട്ടും. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ എക്സ് ഈക്വൽ ടു L/2 ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് നടുക്ക് തന്നെ അല്ലേ? അപ്പോൾ ഈ L/2 ഡിസ്റ്റൻസ് എന്ന് പറയുമ്പം ഈ ഡിസ്റ്റൻസിലാണ് എന്ത് ചെയ്യുന്നത്? ഇതിൻ്റെ മാക്സിമം പീക്ക് പോയിന്റ് എന്ന് പറയുന്ന മാക്സിമം മിനിമം വാല്യൂ കിട്ടുന്നത് എന്നെനിക്ക് മനസ്സിലായി. ഇനി എന്ത് ചെയ്താൽ മതി? ഈ എക്സിൻ്റെ L/2 എന്ന് പറയുന്ന ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ കൊണ്ടുപോയി ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം മിനിമം വാല്യൂ കിട്ടത്തില്ലേ? അപ്പോൾ എന്ത് ചെയ്യാം? മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? W/2 ഇൻറ്റു L ഇൻറ്റു എക്സിന് വരെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി? L/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. L/2 മൈനസ് L/2 ദ ഹോൾ സ്ക്വയർ. സ്ക്വയർ ആണ്, അവിടെ L/2 സ്ക്വയർ കൊടുക്കണം. അപ്പം W/2 ഇൻറ്റു എന്ത് വരും? L²/2 മൈനസ് L²/2 മൈനസ് L²/4 എന്ന് വരും. അപ്പോൾ W/2 ഇൻറ്റു ഇതിൻ്റെ LCM എടുക്കുമ്പോൾ 2L², അപ്പം 2L² മൈനസ് L²/4 എന്ന് എഴുതാം. ഇതിനെ ഒന്നുകൂടെ എഴുതുമ്പോൾ W/2 ഇൻറ്റു L²/4 WL²/8 എന്ന് വരും. അതിൻ്റെ അർത്ഥം എന്താ? ഈ മാക്സിമം പോയിന്റ് എന്ന് പറയുമ്പോൾ WL²/8 എന്ന് പറയുന്ന ഡിസ്റ്റൻസിലാണ് കിട്ടുന്നത്. അപ്പോൾ മാക്സിമം മിനിമം വാല്യൂ കണ്ടുപിടിക്കാനുള്ളതും കൂടെ ഇത് ഇത്രയും ചെയ്യുന്നതായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ആ സെക്ഷൻ കട്ട് ചെയ്ത് ആ സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത് പഠിച്ചേ പറ്റത്തുള്ളൂ. എളുപ്പ വഴി മറ്റതാണ്, പക്ഷേ എന്നാൽ ഈ സംഭവം ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ ആണല്ലോ?